Muhammad, who is an advisor for the royal family, and Madam Salama. It is a very great pleasure for us because Madama ma'am has been acted in Aisha movie with Manju Warrior. That's something very great. Not being in a Malayali, so that's the reason that we called her to redefining the future of Kerala, that she can influence something. And Sirin sir, thank you so much for coming in a very short notice. You're going to take the panel to the next level. Today, a young personality, young politician like you, sir, have our future. Our future's in the young politician's hand. Every personality is looking for a success. And Kerala is a rich, multi-rich with many sectors. So let's put together our hands together. Let's join hands together and make this event very successful. Without you people, Kerala Conclave is nothing. So let us all together, let's redefine the future of Kerala and let's showcase the Kerala towards the globe. Thank you so much. Thank you so much, Sri Habib Koya, Chairman and Co-founder, Kerala Conclave and RBS Foundation for that briefing. And with that, ladies and gentlemen, moving on to the Youth Conclave and to have the formal inaugural ceremony. As I rightly mentioned in the forenoon session, unfortunately, the minister couldn't turn up or couldn't make it up for this particular event because of an urgent meeting with the Honorable Chief Minister. So he has sent a video as a formal inaugural speech of Youth Conclave. So to grace occasion, we expected our Honorable Minister for Public Works Department and Tourism Kerala. We have Mr. P.A. Mohammed Riaz, and he has sent the video for the inaugural ceremony of the Youth Conclave of Kerala Conclave Vision 2050. Over to the AV. Refreshing the future of Kerala. Kerala Conclave ന്റെ ഭാഗമായി യൂത്ത് കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. വളരെ നല്ല നിലയിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. വിഷൻ 2050-2056 എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ കോൺക്ലേവിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, നേരിട്ട് തന്നെ പങ്കെടുക്കണമെന്ന്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിന് സാധിക്കാത്ത നിലയിലേക്കുള്ള മറ്റ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കടന്നു വന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത, രാജ്യം യുവജനങ്ങൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് എന്നുള്ളതാണ്. ലോക ജനസംഖ്യയിൽ തന്നെ ചൈനയെ മറികടന്ന് ഇന്ത്യ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമായി മാറാൻ ഇനി അധികം സമയം ബാക്കിയില്ല. യുവജനങ്ങൾ ഏറ്റവും അധികമുള്ള ലോകത്തെ യുവജനസംഖ്യ പരിശോധിച്ചാൽ ആ രാജ്യം ഇന്ത്യയാണെന്ന് കാണാനാകും. എന്നാൽ യുവജനങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ തൊഴിലില്ലായ്മ ഭീകരമാണ്. തൊഴിലില്ലായ്മയുടെ വളർച്ചാ നിരക്ക് 8%. തൊഴിലില്ലായ്മ നിരക്ക്, വളർച്ചാ നിരക്ക് മാത്രമല്ല, തൊഴിലില്ലായ്മ നിരക്ക് 8% വളർന്നു. തൊഴിലില്ലായ്മയുടെ വളർച്ചാ നിരക്ക് അതും വലിയ നിലയിലേക്ക് ഉയരുകയാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് സർക്കാർ പിന്തുടരുന്ന ഒരു നയം തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്നതിന് കാരണമാകുന്നു. നവ ഉദാരവൽക്കരണ നയമാണ്. ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നൻ്റെ താല്പര്യം മാത്രം കാത്തു സംരക്ഷിക്കുന്ന നിലയിലേക്ക് ഇത്തരം നയങ്ങൾ മാറുകയാണ്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചും സർക്കാർ സംവിധാനങ്ങൾ വഴി തൊഴിൽ നൽകിയും നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ എന്ന അപകടകരമായ വെല്ലുവിളിയെ നാം നേരിടേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് PSC വഴി റെക്കോർഡ് നിയമനമാണ് ഈ കഴിഞ്ഞ 6 വർഷം നൽകിയിട്ടുള്ളത്. നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയും പ്രവർത്തിച്ചു വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ച് IT പോലുള്ള, ടൂറിസം പോലുള്ള മേഖലയിൽ സർക്കാർ കണ്ണുവെച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം മേഖലയിൽ കേരളം ലോകത്ത് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിലയിലേക്കുള്ള ഡെസ്റ്റിനേഷനായി മാറുന്നു. ന്യൂയോർക്ക് ടൈംസ് ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. കേരള സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷനെയും ന്യൂയോർക്ക് ടൈംസ് എടുത്തു പറഞ്ഞു. ന്യൂയോർക്ക് ടൈംസിൻ്റെ 52 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും
വന്ന ഏക സംസ്ഥാനവും കേരളമാണ്. അതും 13ാം റാങ്കാണ് നമുക്ക് ലഭിച്ചത്. ടൈം മാഗസിൻ ലോകപ്രസിദ്ധമാണ്. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തതും കേരളത്തെയാണ്. 35 കൊല്ലത്തിന് ശേഷം കേരള സർക്കാർ ടൂറിസം മേഖലയിൽ പുറത്തുവിട്ടൊരു ഉൽപ്പന്നമായ കാരവൺ, ചുണ്ടൻ വെള്ളത്തിന് ശേഷം കാരവൺ, അതും ടൈം മാഗസിൻ എടുത്തു പറഞ്ഞു. കാരവൺ പോളിസി, കാരവൺ പാർക്ക് എന്നിവ എടുത്തു പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ പ്രബല മാഗസിനുകളിൽ ഒന്നായ ഇന്ത്യ ടുഡേ ഓരോ സംസ്ഥാനങ്ങളിലും സമയമെടുത്ത് പഠിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. 2022 കോവിഡിന് ശേഷം ടൂറിസം മേഖലയിൽ ഏറ്റവും കുതിപ്പുണ്ടായ സംസ്ഥാനം ഏത്? ടൂറിസം മേഖലയിൽ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിയ ഗവൺമെൻറ് ഏത്? അതിൽ റാങ്കിങ് നിശ്ചയിച്ചപ്പോൾ 1ാം റാങ്ക് നമ്മുടെ കേരളത്തിനാണ് ലഭിച്ചത്. ഇങ്ങനെ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം 2022 1.5 കോടിയായി സർവ്വകാല റെക്കോർഡിലേക്ക് എത്തി. കേരളത്തിൻ്റെ ഭാവി ടൂറിസവുമായി ബന്ധപ്പെട്ട നിലയിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിശ്ചയിക്കാൻ ഇതുപോലുള്ള യൂത്ത് കോൺക്ലേവുകൾക്ക് തീർച്ചയായും സാധിക്കും. അതിന് തയ്യാറായ ഇതിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാനും ഈ വേള ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും കേരളത്തിൻ്റെ ഭാവി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ നിശ്ചയിക്കാൻ നല്ല നല്ല ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടും നിർത്തുന്നു. All right, so ladies and gentlemen, that was our Honorable Minister for Public Work Department and Tourism, Government of Kerala, Shri P.A. Mohammed Riaz, during the inaugural speech of Youth Conclave of Kerala Conclave Vision 2050-2056. So with that, ladies and gentlemen, moving on. Up next, we have the investor speech. And for that, we have a special personality with us, Mr. Suresh Narasimha, the Managing Director of Co-Create Venture. An avid reader and a student of Indian aesthetics, Mr. Suresh is a technology and consumer-focused entrepreneur with more than 17 years of entrepreneurial experience, who built several VC-backed companies like Telebrema, Monkeybox, and Zensera. Mr. Suresh runs a venture studio that has created 40 plus deep tech startups from universities. He has created a structure to attract some of the smart talent to work with students. He has also launched a structure to bring PE model to startup world and created a unique venture studio model to de-risk the investment in the early stage of startups. We have, the whole team of Co-Create Ventures has more than 15 patents from USPTO and several awards and recognitions around the computer vision and communication. Ladies and gentlemen, it's a privilege to hear from Mr. Suresh Narasimha, the Managing Director of Co-Create Venture. Ladies and gentlemen, let's have a huge round of applause and invite the Managing Director of Co-Create Venture, Mr. Suresh Narasimha, to address the Kerala Conclave Vision 2050-2056. Hi, good afternoon. Normally, it's always like this. Investors come only after you have good lunch. When you are hungry, they will never come. This one, okay? So, before I start, I want to know how many of you are from students here? Okay, good, pretty good, right? That's most of the stuff that I talk will be addressed to you, so that was important to me, right? So, let me start with a story, right? Around 6 months back, 2 students from rural part of Karnataka, right? So, rural part of Karnataka, backward class, very, very humble background. One of their parents is a tailor, another student's father is a auto rickshaw guy. Of course, they got through CET, the common entrance test, and they are living in government hostels. And all of us know the state of government hostels in this country, whichever state you go to, right? So, these 3 kids came to me and said they want to build a startup.
basically coming to me and pitching me their idea. They're not top 5, but they are in the top 10. That's the kind of students that I spoke to. So I knew that these guys will do something interesting. So I asked them, what do you want to build? They said, sir, I think we understand the power of debts, power of credits, right? How important it is to avail the loans to come up in life, right? Most of you must have seen, right? Educational loans are extremely important. So they came to me and said that, I know that these loans are very important. So I want to make it very, very easy for everyone to avail the loan, right? So, being a typical investor who has been seeing all the hype around fintechs, credit techs in globally, I thought these are the students who wants to come and build one more online credit marketplace kind of stuff, right? Wherein you go to a website, request this is the loan that I want, then the banks will start calling you, right? So, but these students said, sir, no, that's not what we want to build. We want to build under collateralized crypto financing protocol. This is what these kids who are in their 3rd year told me, right? They wanted to build a under collateralized crypto financing protocol. Any of you understood what I said? Don't worry, even I don't understand, right? That's where I said. But it made me, confirm few things. The students today think much, much different than what we used to think, right? These students, I said, why you are building something on crypto, right? Budget doesn't even talk about crypto, right? So government doesn't want to have a policy around crypto. Why do you want to build a policy around crypto? These are the students who came to me and said, sir, if not in this format, in some format, something which is very, very efficient has to come back, right? So we are solving the problem for the future. We are solving the problem for next 10 years. That's where we are on crypto, right? And by solving the problem of collateralization on the crypto world, they think poverty in India can be eliminated. That's the way they are thinking. The reason why I took this example is, this is what I have been seeing all across the country, right? There are students who come to me and said that they love the pets. So what will they do? They will not just do a, let's say, rehabilitation program for the pets. They said, if I can have smartwatch and stay happily for, let's say, next 30 years, I want to have a smartwatch for my pets so that they live for 1 more year extra. How many of you have pets here? Any of you have pets here? How many of you like pets? Right? So these 3 girls are like you, but they wanted to solve the problem of pets in a very, very different way, right? So I can go on and on and on, right? There are students who are solving the problem of environment. There are students who are solving the problem of poverty. There are students who are solving the problem of, let's say, mental wellness, healthcare, you name it. What's common between all these students is that they want to go and make a difference to the world they are in, right? And they are still the students. There are 3rd year, 4th year students who are doing this stuff, right? So I will tell you why they are doing at such an early age, right? I'll come back to you a bit. But while these are the examples, let's look at the macro picture. Any idea? While this may be a bad term today, right? So how many of you are aware of what a unicorn is? Do you guys know what's a unicorn? Of course, you guys will know. Right? Unicorn is a company which is valued at $1 billion plus, right? Around 8,000 crore plus, right? So India today has around 105 or 110 unicorns, right? So one of the fastest growing country as far as unicorn is concerned. We will have 250 unicorns. In next 3 years, we'll have 250 unicorns. And if some of you guys willing, probably we'll have 500 unicorns over next 5 years, right? What is the meaning of unicorn for the country like ours, right? Is that every unicorn, right? So for example, a drone like this that you are seeing, right, coming out of India is actually a loss of opportunity for someone sitting in China or someone sitting in any part of the world, right? Each startup that you create here is not only the value addition to the country, but value addition to our country, but also loss of opportunity for some other country globally.
Agree with me? Right? So this is the opportunity that we have seen now, right? Now, whether we want it or not, energy, focus, everything is on the India, right? So the thing is, if top 10-20% of our students will become entrepreneurs, right? I think we are going to redefine the future, right? And this opportunity exists in each and every state. I'll come back to this in a while, right? So for a country, it's very, very important to make our bright students become entrepreneurs, and that's what I've been doing, right? So before I talk about rest of the stuff, what I do is I invest in student startups. If a student who is in his 19 or 20, I mean, in his later teens, come to me and say that he or she have an idea, right? We will commit up to 1.5 crores, right? And give them all the support so that they become extremely successful company. This is what we do, right? If a student comes to me with an idea, we'll fund them, we'll give them all the support and make sure that they are successful. A. And B, we have a trust which will go to each and every college and motivates bright students to become entrepreneurs. These are the two things that we do. So the question that we wanted to address is, why should students become entrepreneurs? Right? I mean, for the country it's always good, right? For the country it's always good to have an entrepreneur. But why should students even take the risk? Because, right, all of you are getting amazing offers, right? So there are offers between 20 to 50 lakhs for the students who pass out of their college, freshers. Why should they become entrepreneurs is the question that I wanted to address, right? I have few exercises I will tell you. If you have LinkedIn, go and look for failed entrepreneur. Just search for the word failed entrepreneur. You will be amazed to see the number of results that you get, right? If I just go and look for failed entrepreneurs, I get around 500,000 searches. Why is that failed entrepreneur word is becoming so much important? It's becoming important because industry outside value people who are trying to create something, right? People who are entrepreneurial, people who wants to take the ownership, people who wants to create something, right? They are in very high demand as far as industry is concerned. So even if you fail as an entrepreneur, you will have a 10x better career, right? Probably your salary levels will be 2x, 3x when you go back to the industry. A. B. What you call as a failure, right? You may build a product and you may not be able to build a product. That's one thing, right? If you are working on something very complex. Second one, you build a product, but then you are not able to sell, right? So even if you are not able to build the product, right, even then industry values. And if you build the product, if you are not able to sell, then there are enough people who wants to come and acquire the IP here in this country. And of course, if you build the product and get some market traction, there are enough investors, right? I mean, for example, out of 40 companies that we have invested, 7 of them in just 18 months have already got term sheets worth 8-10 crore at a valuation of 30-40 crores. These are the students who are in their 19, 20s, in 20s, right? Imagine a 20-year-old girl, right, having, 30% in a company or 40% in a company. There will be 2 co-founders, right? Each of them will have 30-40%, owning 40 crore company, which means her personal asset will be around 8-10 crores, right? Which job can give you this? So there is a tremendous opportunity in this country if you are successful. But my point is, if you just attempt, forget about being successful, etc., which will happen. But if you just attempt becoming an entrepreneur when you are still in college, your career, right, your job profile will be 10x better than not becoming an entrepreneurship, right? That's the trend. That's the important point that I wanted to come and share it with you all, right? But the challenge is, why is that students are not becoming entrepreneur, right? So, a lot of people will come and asking me, why youth in India don't want to become entrepreneur, unlike, let's say, Valley, etc. The reason was there was too much of risk. Some of you have taken education loan. How many of you have taken education loan here? Okay, good, rich guys here, right? So, some of you have taken education loan, right? You need to repay as soon as you pass out. What should we do, right? That's where we said
become an entrepreneur when you are still in college. Start thinking of your idea when you are in second year or third year of your college, so that before you can even you realize, you would have cleared your loan, or you are already at a, uh, I mean, if you can go and join a job, you'll get a much better job. That's where, right? So our solution to all the risks of entrepreneurship is become an entrepreneur when you are still at the college. But the question was, who will help me, who will fund me, right? Who will mentor? That's where we went and created a fund, as I said, wherein we come and invest up to 1.5 crore at the idea stage A, and B, we will handhold you and will guide you, will help you pick up the problem, will give you all the resources so that you are successful. That's what we are doing, right? So now I will stop my discussion by just giving you few inputs, right? So few points that I wanted to talk. A, think big, right? Just because you are in Kerala doesn't mean that you need to think smaller. Or just because you are in, let's say, in a smaller town, you need to think smaller. The world is flat, and each and everything that you are thinking, your competition is the global, right? Probably your competition will be from Israel, it will be from US, it will be from Japan, it will be from Bangalore, right? So think big, don't think small. Think big, think digital, think technology, right? So it was amazing that I heard the word like DeFi and other stuff, DeFi, climate, etc., right? So pick up very complex problems, and pick up problems that you are generally passionate about, and try to solve them in a deeper way, right? These are the two inputs that I want to give, and let me not take more time, right? I don't know how much time I have. 5 minutes, right? If there are any questions, I want to take the questions, otherwise I will conclude. Any questions? Okay, right? So let me leave few tips for you before I move on, before I conclude my talk. I want all of you to do 3 things, if you can, right? To become an entrepreneur. How many of you read here? How many of you read books beyond self-help books and textbooks? How many of you read novels? Malayalam has some of the amazing authors. How many of you read Malayalam authors? Very good, right? First thing, if you want to become an entrepreneur, you should read. Read English or read Malayalam. That's a different issue. But read classics, read fictions. You will not see any entrepreneur, even half successful, who is not a reader. You can't become an entrepreneur without being a reader, right? First, practice reading. Second thing that I want to tell you, how many of you work for a not-for-profit organization? A lot of you I met today, Kite, right? So, be part of a not-for-profit organization, right? So, it may be counterintuitive. If you want to become an entrepreneur, you should know how to give out without expecting much. You should have a long-term vision on your life, on your society, right? Be part of any not-for-profit organization. It need not be even an NGO. It could be a small students club in your college. That's okay, but go and join a club, because that will help you connect with the people in a much, much better way, right? Third one, learn how to deal with the people around you, right? Please go and talk to your security person, talk to people who are on the counters of the hotels, learn how to deal with the people across the spectrum, right? These are the 3 things that I want to leave it with you, right? I think these 3 things will go a long way than you mastering many other things, you developing soft skills, etc., and becoming an entrepreneur. Those things anyway you will study, right? With this, let me stop my talk, and any questions I'll be happy to take. Yeah. Thank you very much, Mr. Suresh Narasimha, the Managing Director of Co-Create Ventures, for sharing his experience as well as the journey of Co-Create Ventures. And up next, all right, so ladies and gentlemen, moving on. Before we proceed with the youth conclave, the panel discussion,
All right, so ladies and gentlemen, I know that we all are anxiously waiting to hear from the speakers from the Youth Conclave panel, and it's time to hear from them. So it's my pleasure to invite and introduce the panel discussion members, the moderator, as well as the panel speakers, the panel members onto the dais. So starting with requesting to join us for the Youth Conclave. Onto the panel, first and foremost, we have Mr. BP Nazar, the CEO and founder of Frontline Logistics. Sir, requesting you to join us on the stage. Let's have a huge round of applause, ladies and gentlemen, and invite Mr. BP Nazar, the CEO and founder of the Frontline Logistics, to kindly join us for the panel. And I know that he is going to, have the role of the moderator to completely to control this panel discussion. So welcome, sir. All right, so we have Mr. BP Nazar, the CEO and founder of Frontline Logistics, as a moderator of Youth Conclave of Kerala Conclave Vision 2050-2056. Up next, we have a very vibrant and dynamic politician. Ladies and gentlemen, please put your hands together to the panel. We have Dr. P. Sarin, the KPCC Digital Media Convener, onto the panel. Welcome, sir. Thank you so much, sir, and requesting you to join for the panel. Up next, we have Mr. Arun Peroli, the founder and CEO of Muson, onto the stage. Can we have the founder and CEO of QCopy and Muson, Mr. Arun Peroli, onto the stage? Mr. Arun Peroli is a self-made entrepreneur with more than 10 years of expertise in solving problems arising in rural and urban sectors with the effective use of technology. He is an electronics and communication engineering with enormous entrepreneurial and startup experience. His vision is to make the world a better place to live. He has closely worked with the various government departments during the challenging times of Nipah, Kerala flood, and COVID pandemic. QCopy Nipah Help app project in 2018 was one of its kind, which offered solutions to Kerala state government during Nipah epidemic outbreak. QCopy app was used by the National Health Mission to ensure the seamless communication with doctors and health consultants, which was titled as Kangaroo Doctor, which is Mother-Baby Project. In 2018, he was awarded with Kairali's Startup Award, CNN News 18 Tech Award, Economic Times Young Leader Award, and later in 2019 and 2020, he was recognized with Destination Kerala Award and special recognition from Google and from United States. And ladies and gentlemen, please put your hands together for Mr. Arun Peroli and requesting you to join for the panel. And last but not the least, to join with the panel, may I have Mr. Faisal M. Kali, the Executive Director of Kerala Conclave, founder and CEO of Mapleto Solutions, to join for the panel. Welcome, sir. All right, so ladies and gentlemen, the panel is all set and you are going to witness the Youth Conclave of Kerala Conclave Vision 2050-2056. With that, handing over the mic to the moderator, Mr. BP Nazar, the CEO and founder of Frontline Logistics, requesting the microphones to the panel members. First of all, thanking Habib and team for inviting us for a wonderful event. As said, it is Vision 2050. Actually, Vision 2050 and 2056 is for the youth. I think we, me, myself, and all the people here on board, we can just show you the way, or we can just give a start for the youth, and it's the youth who is going to take care the future. So you are the future for India, the future for the country. So you are the people who need to take care and move it across.
Anyway, myself, I am into the logistics industry, having offices all over GCC, and also in war zones. We do a lot of shipments and all this for United Nations, Army, and all these things. And again, I am also a part of an educational institution called Frontline Academy of Logistics, wherein we have started that to empower villages. I was just talking to Mr. Faisal and also doctor now. We were just talking about empowering our villages. So we have taken a task of empowering my village. I'm from a place called Eramangalam, which is in the borders of Malappuram district. So we have taken Eramangalam as a model village to develop it. And it's for the youth. Actually, we do it for the youth. We have a back-end office, a BPO, which you see in Bangalore, Chennai, and Hyderabad. We have started that in our village. And also we have started academy in our village. So our vision is to create, professionals, professionals from our native place. So if we can empower our villages, I'm sure our state is going to develop, and again, our country is going to develop. So with that, let's start the discussion. I think we have a wonderful panelist with us. So first question to Faisal. What do you think do you think our system presently, what we have now for the youth or the educational system, what we have with the government, is capable or is enough for our people to grow, to bring up results? Good afternoon, everyone. Okay. Yes, the major issue, because we don't want to more complain, because that will not be basically an explanation. But when we look into the current education system, definitely we know that actually education system has a problem of how the students are molded actually practically into industry qualified employees. So I'm an entrepreneur for last 15 years. So whenever we want some good candidates for our employments, the major issue is actually, I believe that after their degree or basically all the education, when they comes to us, we as an entrepreneur, we take the responsibility actually to mold them. Okay. And it's maybe our journey of at least a year to mold them into a product which gives the productivity. So that is the situation now. But rather than talking about existing system, what I feel when we talk about youth, what I feel is actually when we planned the Kerala Conclave, we were looking into existing Kerala setup and thinking about who can join with us. So we saw Talrope, we saw Prototype, such kind of people who talks about how people or the students can mold into productive citizens actually. So what we feel is actually we have to run a parallel system with the education system currently to mold the youth. So we were looking into colleges and into the youth. Then we identified the Kites India, who were doing so. Today I'm sitting here behalf of them actually. So Kites India, when we discussed, they are talking about mainly they are doing a lot of activities in colleges actually. So we sat together with them and then we discussed actually with them that actually how we can run some kind of parallel system in the colleges itself, so that when they are doing their courses there, parallelly how we can set up an ecosystem there to build that youth into productive employment opportunities. So we are planning for an ecosystem there actually as a startup ecosystem. I want to take 2 minutes to explain that. Kite's CEO and founder will explain more. Since the panel discussion came before that, so I just want to give a brief about it actually. The idea is actually in the colleges, we know that actually from Kasarkot to Parashala, we have around 1,970 colleges. Okay. And that is the whole stretch of Kerala. So here, we are planning with Kites India is actually, we are planning our mission is, we take each colleges lies in that area, we take a 20-kilometer area, and we plan to set up some small startups in the colleges.
And we take one model is actually we go look into the villages or the cities. Okay. And when we take the Cochin city, we have metro running there. Beautifications of the city is there. Other side, public toilets are not available there. So with Kites India, we are planning to develop small startups inside the colleges. Straight away, rather than everybody cannot become doctor and engineer. Okay, so we are, regenerating startups inside with the Kites India in the colleges and making a model of at least 20 kilometers, this business model. So what happened is actually we have investors waiting there who want to come back to the Kerala and settle down. So we are making this model, and we are, through our ecosystem, we are bringing investments and helping these startups to do. So when we look into 1,950 colleges can do this job, so our Kerala can have a great change in the development of the cities and villages. Thank you, Mr. Faisal. Yes, I think like Mr. Suresh Narasimha, we heard his voice. I think we need to have more investors coming up, supporting our youth. So anyway, thank you. And our next panelist, I would just like to know, what is your opinion on what should we do for the development of the youth, or what should they be taking up, to develop Kerala, for future for Kerala? Yes. താങ്ക് യു ഫോർ ദ ഇൻവൈറ്റ്. ഞാൻ മലയാളത്തിൽ പറയാം. യൂത്ത് ആണ് നമ്മുടെ സബ്ജക്റ്റ്. യൂത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിചാരിക്കും പ്രായം കൊണ്ടാണ് ആൾ യൂത്ത് പറയുന്നത് എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂത്ത് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ വളരെ പ്രായമുള്ള 70 വയസ്സ് 80 വയസ്സുള്ള ആളുകൾ നമ്മൾ യൂത്തുള്ള ആളുകളെക്കാളും സ്പിരിറ്റ് നമ്മൾ കാണാറുണ്ട്. നമ്മളിപ്പം ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും നമ്മുടെ മുമ്പത്തെ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലൊക്കെ ഒരു യൂത്തിനേക്കാളും കൂടുതൽ, ഒരു യൂത്ത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളെക്കാട്ടും കൂടുതൽ എനർജറ്റിക് ആയിട്ടും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന നമ്മൾ കാണാറുണ്ട്. സോ യൂത്ത് ഈസ് എ മൈൻഡ് സെറ്റ്, നോട്ട് എൻ ഏജ് എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ എഡ്യൂക്കേഷൻ വൈസ് എല്ലാ എഡ്യൂക്കേഷനിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മളെങ്ങനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് പാരലൽ സിസ്റ്റം കൊണ്ടുവരാം, വേറെ രീതിയിൽ സ്റ്റാർട്ടപ്സ് കൊണ്ടുവരാം. അവർക്ക് എവിടെയാണോ മിസ്സിങ് അതിന് വേണ്ടി നമുക്ക് സ്പെഷ്യലൈസ്ഡ് കോച്ച് കൊടുക്കാം. ഞാനൊരു സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരാളാണ്, പൊതുവിദ്യാലയത്തിൽ പഠിച്ച ഒരാളാണ്. അതുപോലെ തന്നെ കുറേ ലിമിറ്റേഷൻസ് അവിടെയുണ്ട്, അതുപോലെ തന്നെ അവിടെ പോസിറ്റീവ് ഉണ്ട്. ഒത്തിരി പോസിറ്റീവ് അവിടെയുണ്ട്, അതുപോലെ ഒത്തിരി നെഗറ്റീവ്സും ഉണ്ടാവും. കുറേ ലിമിറ്റേഷൻസ് നമുക്കുണ്ടാവും. പക്ഷേ ആ ലിമിറ്റേഷൻസിൽ എന്താണോ നമ്മൾ ആ പ്രോബ്ലം നമ്മളത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ പാരലൽ സിസ്റ്റം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കംപ്ലീറ്റ്ലി സിസ്റ്റം മാറ്റണം എന്ന് പറയുന്നത് വളരെ നമുക്ക് ഒരു ജന്മം കൊണ്ട് ചിലപ്പം സാധിക്കണമെന്നില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ യൂത്തിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ പുറത്തുള്ള ക്ലയൻസ്, എനിക്ക് 70ഓളം ക്ലയൻസ് ഉണ്ട് പുറത്ത്. അതിലൊരു 30% ഔട്ട് ഓഫ് ഇന്ത്യയാണ്. US ഉണ്ട്, മിഡിൽ ഈസ്റ്റ് ഉണ്ട്, UK ബേസ്ഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അവരോടൊക്കെ പറയുന്ന എനിക്കെപ്പോഴും പറയാനുള്ളത്, ഇന്ത്യയിൽ എന്താണ് പ്രോബ്ലം, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കറക്റ്റായിട്ട് കോർഡിനേഷനില്ല, സ്ട്രക്ചർ ഇല്ലാതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പോയിട്ടും എത്ര വലിയ സ്റ്റേജിൽ പോയിട്ടും നിങ്ങൾ ചോദിക്കണം വാട്ട് ഈസ് യുവർ ഗോൾ എന്ന് ചോദിച്ചാൽ 1000 പേരിൽ 2 പേർക്ക് ഉത്തരം ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ ഒരവസ്ഥ. അതായത് ആർക്കും ഗോളില്ല. ഒരു വീട്ടിലും കുട്ടികളോട് എന്താണ് നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്തിട്ട് നാളെ വീട്ടിൽ കയറിയാൽ മതിയെന്ന് ഒരു വീട്ടിൽ ഒരു പാരൻസും പറയുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതുപോലെ തന്നെ ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നില്ല, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാതെ അടുത്ത ആഴ്ച ഗോൾ സെറ്റ് ചെയ്യാതെ ആരും ക്ലാസ് കയറരുതെന്ന് പറയുന്നില്ല. നമ്മളോട് വേറെ എന്തൊക്കെയാണ് അവർ പറയുന്നത്, ഹോംവർക്ക് ചെയ്യണമെന്നും കറക്റ്റ് സമയത്ത് ക്ലാസ്സിലെത്തണമെന്നും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ നമുക്കാർക്കും ഗോളില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാലിക്കറ്റിലെ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ ഒരാൾ നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബസ് സ്റ്റാൻഡിൽ ഒരാൾ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ചോദിക്കുക ആൾ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അയാൾ പറയാം, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ഏതെങ്കിലും നല്ല ബസ് കിട്ടിയാൽ പോകാമെന്നുള്ളൊരു പ്ലാനാണ് എനിക്ക്. അപ്പോൾ അദ്ദേഹം പോയിട്ട് കൗണ്ടറിൽ പോയി ചോദിക്കുകയാണ്, ചേട്ടാ ഇതിലേതാ നല്ല ബസ് പോകാൻ പറ്റിയ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സൈഡിലുള്ള പച്ച ബസ് നല്ല ബസ്സാണ്, അതിൽ കയറിക്കോ. ബസ് കയറി ഇരുന്നിട്ട് അദ്ദേഹം കണ്ടക്ടറോട് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല സ്ഥലം ഏതാ, സ്കോപ്പുള്ളൊരു സ്ഥലം ഏതാ, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം, അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ പോയിട്ട് കണ്ടക്ടർ എടുത്ത് പോയിട്ട് അവിടേക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ ചോദിക്കുക, ചേട്ടാ ഇവിടെ ഏതാ നല്ലൊരു സ്ഥലം കാണാനുള്ളത്. ഇങ്ങനെ ഒരാളെ പറ്റി നമുക്ക് എങ്ങനെയാണ് തോന്നുക? അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് തോന്നില്ലേ? മോസ്റ്റ് ഓഫ് ദ യൂത്ത് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്കൂളിലെ കുട്ടികളും നമ്മളടുത്ത് വന്ന് ചോദിക്കും, +2 കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കാൻ പറ്റുമെന്ന്, ഏത് കോഴ്സിനാണ് സ്കോപ്പ് എന്ന്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും ഒക്കെ എന്നോട് ചോദിക്കും, ചേട്ടാ ഏതാ നല്ല കോഴ്സ് +2 കഴിഞ്ഞാൽ,
ഏതാ പഠിക്കാൻ പറ്റിയ കോഴ്സ്? ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഞാൻ. അല്ലാതെ നമുക്ക് സ്കൂൾ സിസ്റ്റം മാറ്റിയതുകൊണ്ടോ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയതുകൊണ്ടോ മാത്രം നമുക്ക് സക്സസ്ഫുൾ ആവാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ US എല്ലാവരും സക്സസ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ UK എല്ലാവരും സക്സസ്ഫുൾ ആയിരിക്കണം, കാനഡയിൽ എല്ലാവരും സക്സസ്ഫുൾ ആയിരിക്കണം. അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ അതിന് എക്കോസിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോസിസ്റ്റം ചിലപ്പം ചില ഏരിയയിൽ നമുക്ക് നല്ല പ്രിവിലേജ് തരുന്നുണ്ടാവാം. പക്ഷേ എപ്പോഴും നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഏതാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് എല്ലാ യൂത്തും കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. നിങ്ങളെ വീടുകളിൽ അങ്ങനെ ഒരു പ്രഷറല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം, വീട് വെക്കണം, കാറ് വാങ്ങണം, അപ്പുറത്തെ വീട്ടിലേക്കാട്ട് നല്ല വീട് വെക്കണം എന്നൊക്കെയുള്ള ഒരു സംഭവം അല്ലാതെ നമ്മളെ വീടുകളിൽ നിന്ന് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ ചെയ്യാം. ഇന്നലെ ഞാൻ റെസ്റ്റോറൻറ്റ് പോയിരിക്കുന്ന സമയത്ത്, ഒരു വെജ് റെസ്റ്റോറൻറ്റ് കാലിക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. വളരെ ചെറിയ കുട്ടിയാണ്, 3 വയസ്സാണ് ആ കുട്ടിക്ക്. ഞാൻ ചോദിച്ചപ്പോൾ കുട്ടിയുടെ കയ്യിൽ 2 ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ചോക്ലേറ്റ് ചേട്ടന് തരുമോ? കുട്ടി പറഞ്ഞു, ഒരിക്കലും തരൂല. ഞാൻ ഒരു ചോക്ലേറ്റ് ചുമ്മാ ഒരു കഷ്ണമൊക്കെ തരുമോ? തരൂല. എങ്ങനെ പിടിച്ചു? 3ാമത് ചോദിച്ചപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. കുട്ടിക്ക് പ്രഷറായി ഒരാൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കുട്ടി പ്രഷറാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഗിവിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല കുട്ടികളെ. അതായത് സമ്പാദിക്ക് കൊണ്ടക്ക് നമ്മളോട് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരാൾക്ക് കൊടുക്ക് നമ്മളോട് പറയുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നാവാൻ പറ്റും, നിങ്ങൾക്ക് നല്ല വീടുണ്ടാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് യൂത്തിനോട്. അല്ലാതെ നിങ്ങൾക്ക് വലുതായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, മറ്റുള്ളവരോട് നന്നായി നിൽക്കാൻ പറ്റും നമ്മളോട് പറയുന്നില്ല. സോ ഗിവിങ് മെൻറ്റാലിറ്റി നമുക്കില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും പൊളിറ്റിക്കൽ ലൈഫിലൊക്കെ ഉണ്ടാവും അത്. അപ്പോൾ നമ്മളെല്ലാവരും സ്വയം നന്നാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിവിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല. ഗിവിങ് കപ്പാസിറ്റി ഇല്ലാതെ നമുക്ക് നെറ്റ്വർക്ക് കിട്ടില്ല, ആരും നമ്മളോട് ഇൻട്രാക്ട് ചെയ്യില്ല. സോ നമ്മുടെ എഡ്യൂക്കേഷൻ കുറയും. അവിടെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ കുറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സ്ട്രോങ് എഡ്യൂക്കേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ സ്ട്രോങ് എഡ്യൂക്കേഷൻ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. എൻ്റെ നെറ്റ്വർക്കാണ് എൻ്റെ സ്ട്രോങ്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ എൻ്റെ സ്ട്രോങ് ആണ്. ഈ കമ്മ്യൂണിക്കേഷനും എനിക്ക് ഇത്ര ധൈര്യം കിട്ടുന്നത് എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളാണ്. അതെനിക്ക് സ്കൂളിൽ തന്നെയാണ് കിട്ടിയത്. അത് ഏത് സ്കൂളാണെങ്കിലും ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. താങ്ക് യു. നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റി. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ മാത്രമാണ്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഗോള് ഞാൻ എൻ്റെ കുട്ടികളോടും അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാവരോടും പറയുന്നതാണ്. മിക്കവാറും ആളുകൾക്കും ഗോളില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഹാസ് ചേഞ്ചസ്. ഇപ്പം എൻ്റെ സിസ്റ്റർ മകൻ എന്നോട് പറയും, മാമ ഇവിടെ ഒന്നും സ്ഥലം വാങ്ങണ്ട, വി ക്യാൻ ബൈ ഇൻ മൂൺ, അല്ലെങ്കിൽ പുറത്ത് വാങ്ങാം. അവരൊക്കെ ദേ ഹാവ് ദെയർ ഐഡിയാസ്. അവരുടെ ടീച്ചേഴ്സിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ ടീച്ചേഴ്സ് പറയണില്ലല്ലോ വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ, അല്ലെങ്കിൽ സിസ്റ്ററോട് പറയാൻ അതിനാണ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദിസ് വൺ. സോ വി നീഡ് ടു ഹാവ് എ ഗോൾ ഫോർ ഷുവർ. നമ്മളെല്ലാവർക്കും ഒരു ഗോൾ വേണം. നേരത്തെ നമ്മൾ ഇനീഷ്യലി പറഞ്ഞ പോലെ നമ്മൾ APJ അബ്ദുൽ കലാം, വി നീഡ് ടു ഡ്രീം ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പ്ലാൻസും ഗോൾസും എല്ലാം കിട്ടുള്ളൂ. എനിവേ താങ്ക് യു. ഡോക്ടർ എനിക്ക് മുന്നേ അറിയാം. അപ്പോൾ ഡോക്ടർ ഇൻ ടു പൊളിറ്റിക്സ്. അപ്പോൾ എനിവേ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദാറ്റ് ഓൺലി. നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്നിപ്പോൾ കുട്ടികളെ പഠിച്ചു വരുന്ന സാഹചര്യം, നമുക്ക് സ്കൂളിംഗ് ഞാൻ പറഞ്ഞപ്പോൾ കോളേജിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമൊന്നുമല്ല. നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടൊരു സ്കിൽ ഡെവലപ്മെൻറ്റ്. മിക്കവാറും ആൾക്കാർക്ക് ഡിഗ്രി കഴിഞ്ഞാലും സ്കില്ലില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. വി നീഡ് ടു ഗിവ് സ്കിൽ അലോങ് വിത്ത് എഡ്യൂക്കേഷൻ, ഗ്രാജുവേഷൻ്റെ കൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങളും അതിൻ്റെ ഒരു പ്രോസ്പെക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ യൂത്തിന് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും അല്ലാത്ത NGOs ആയാലും കടമാനം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ അഭിപ്രായം എന്താണ്, യൂത്ത് ഹൗ ഷുഡ് ദേ ഗോ അഹെഡ് എന്ന രീതിയിൽ? Thank you for the question, and thank you for the wonderful opportunity at Kerala Conclave Vision 2050-2056. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് പറയാം. അപ്പോൾ ചോദ്യം യൂത്തിന് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് എന്നുള്ള ചോദ്യത്തിൽ യൂത്തിൻ്റെ വിഷൻ എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഗോൾ സെറ്റിംഗ് എന്താണ് എന്നുള്ളത് പറഞ്ഞു. യൂത്തിനെ എങ്ങനെ എംപവർ ചെയ്യാം എന്നുള്ളത് വേറൊരു സ്പീക്കറും പറഞ്ഞു. യൂത്ത് എന്തിനു വേണ്ടിയാണ് എംപവേർഡ് ആവേണ്ടത്, എന്തിനു വേണ്ടിയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനേക്കാൾ ലളിതമായി പറഞ്ഞാൽ എന്തിനാ പഠിക്കണേ എന്നുള്ളത് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചാൽ വി ഹാവ് ആൻ ആൻസർ. സെക്കൻഡ് ഇയർ MA, തേർഡ് ഇയർ BTech, 5th സെമസ്റ്റർ BDS, വാട്ട് എവർ. പക്ഷേ എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ 2 സ്പീക്കേഴ്സും പറഞ്ഞ ആ ചോദ്യങ്ങളെ കൂടി മനസ്സിലേക്ക് കൊണ്ടുവന്നൊരു ഉത്തരം കണ്ടെത്താൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കണം. 2 തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും പിന്നെ ഇൻഫോർമൽ നോളജ് സിസ്റ്റവും. ഇത് രണ്ടും വേണം. ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയാണ് 2 സ്പീക്കേഴ്സും പറയാൻ ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ ഒരു സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലെ മാത്രം ഒരു സാഹചര്യമല്ല പറയുന്നത്, ഈവൻ കേരളത്തിലെ സാഹചര്യവും വലിയ വ്യത്യാസമില്ല. പല സ്ഥലങ്ങളിലും കുട്ടികളെ
ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻ്റലിജൻ്റ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മൾ ആരെയാണ് ഇൻ്റലിജൻ്റ് എന്ന് വിളിക്കുന്നത്? 10 സെക്കൻഡ് കൊണ്ട് ഒരു 50 മീറ്റർ ഉയരത്തിലുള്ള തെങ്ങിൽ കയറാൻ പറ്റുന്ന ആൾ നമ്മളെ സംബന്ധിച്ച് ഇൻ്റലിജൻ്റ് അല്ല. നേരെ മറിച്ച് 10 വിഷയങ്ങളിലും A+ വാങ്ങിയാൽ നമ്മളെ സംബന്ധിച്ച് ഇൻ്റലിജൻ്റ് ആണ്. സോ ദർ ഈസ് സം സീരിയസ് പ്രോബ്ലം വിത്ത് അവർ ഡെഫിനിഷൻ ഓഫ് ഇൻ്റലിജൻസ്. ആൻഡ് ഇൻ്റലിജൻസ് ഫോർ ദാറ്റ് മാറ്റർ പല തരത്തിലുണ്ട് എന്നുള്ളതും 8 സെറ്റ്സ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ സൈക്കോളജിയിലും അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറും അനലൈസ് ചെയ്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു വലിയ പ്രോബ്ലമാണ് കേരള സൊസൈറ്റി അനുഭവിക്കുന്നത്. അക്കാഡമിക് ലെവലിലെ ബ്രില്യൻസ് കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നത് എന്നുള്ള ഒരു പൊതുധാരണ കേരളത്തിൽ പ്രിവലൻ്റ് ആണ്, കേരളത്തിൽ പ്രത്യേകിച്ച്. നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് തന്നെ ആകണമെന്നില്ല. അവർക്ക് അവരുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്കിൽസ് വെച്ചുകൊണ്ട് തന്നെ അവരുടെ കുട്ടികളെ പല തരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെയൊക്കെ ബേസിക് ലിറ്ററസി റേറ്റ് കേരളത്തിൻ്റെ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഗ്രാജുവേറ്റ്സിൻ്റെ എണ്ണം പെർ ക്യാപിറ്റ വെച്ച് നോക്കുന്ന സമയത്തൊക്കെ കുറവായിരിക്കാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ GDP മാത്രമായിട്ട് കണ്ടുകൊണ്ട് ഡെവലപ്മെൻറ്റിനെയും ഭാവിയെയും ഒക്കെ തീരുമാനിക്കുന്നതിന് പകരം ഭൂട്ടാനൊക്കെ ചെയ്യുന്നത് പോലെ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനം, ആ GHI എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്കൊക്കെ നമ്മുടെ സൊസൈറ്റി വളരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മോഡലിനെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടത് തുടക്കത്തിൽ, പിന്നെ അതിനുശേഷം റീഅസംബിൾ ചെയ്യേണ്ടത്? ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ ആദ്യം പഠിച്ചു വെച്ച പല കാര്യങ്ങളും അൺലേൺ ചെയ്ത ശേഷം റീലേൺ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചത് അതുതന്നെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള എംപ്ലോയബിലിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ പറ്റുന്നില്ല. 10 വർഷം എടുത്തിട്ടാണ് അവരെ എംപ്ലോയബിൾ എന്നുള്ള ലെവലിലേക്ക് മാറ്റിയെടുക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ് ക്യാമ്പസിനകത്ത് തന്നെ ചെന്നിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് പുതിയ കരിക്കുലം, ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി എന്നുള്ള പേരിൽ ഇന്ത്യയിലൊട്ടാകെ അടുത്ത 10-15 വർഷത്തേക്ക് നമ്മുടെ ഈ +2 എന്നുള്ള സിസ്റ്റം മാറി +4 എന്നുള്ള സിസ്റ്റം വരികയാണ്. അതിൻ്റെ അർത്ഥം 10ാം ക്ലാസ് കഴിഞ്ഞ് വീണ്ടും 4 വർഷം പഠിക്കണം എന്നല്ല. 8th will be considered as an exit point and 9th will be considered as an re-entry point. So 8+4 എന്നുള്ളതായിരിക്കും ആ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ആ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുന്നതും അതിനുശേഷം ഡുവൽ ഗ്രാജുവേഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നതും, ഒരു കുട്ടി ഒരു വിഷയം പഠിച്ചാൽ ആ വിഷയം തന്നെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ആ സാധനത്തിനെയൊക്കെ നമ്മളൊന്ന് മാറ്റി പിടിക്കാനുള്ള ശ്രമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് നിർബന്ധമായും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പൽസറി 1 year ബ്രേക്ക് ആഫ്റ്റർ +2 ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുക, ഭ്രാന്തൻ ഐഡിയ ആണ്. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം 10 years ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ആളാണ് ഞാൻ. 12th കഴിഞ്ഞ് ആ കുട്ടിയുടെ അടുത്ത് വോളണ്ടറി ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ചെയ്യാൻ നമ്മൾ പറയണം. വെറുതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാന്തായി പോവും. വോളണ്ടറി ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റിയിൽ വേണമെങ്കിലും ഇൻവോൾവ് ചെയ്തോളൂ. ബട്ട് ദർ ഈസ് നോ കമ്പൽഷൻ ഓൺ യു ടു ഡു സംതിങ്. ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ഔട്ട് ഓഫ് വൊളീഷൻ, യു ഡു ദാറ്റ്. ബട്ട് യു കനോട്ട് എൻറോൾ എനിവെയർ ഫോർ ദ നെക്സ്റ്റ് ലെവൽ അക്കാഡമിക് പ്രോഗ്രാം എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ തുടങ്ങി വെച്ച എന്തിനാ പഠിക്കണേ എന്നുള്ള ചോദ്യത്തിന് ഇരുത്തം വന്ന ഒരു 17 വയസ്സുകാരിയുടെ 18 വയസ്സുകാരൻ്റെ ഉത്തരം നമ്മൾ ഈ പഠിച്ചതിനെ വെച്ചുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, 2035-ലും 2050-ലും 2056-ലും ഒക്കെ ലോകം എങ്ങനെയായിരിക്കുമെന്ന് നമ്മുടെ ഇടയിൽ നിന്നുള്ള പല അനുഭവങ്ങളെയൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനുമൊക്കെയുള്ള നമ്മുടെ ആ ഒരു ഇനീഷ്യേറ്റീവ് വരുന്നതോടുകൂടി സത്യം പറഞ്ഞാൽ ഈ 1 കൊല്ലം നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് ജീവിതത്തിൽ നേടാൻ പറ്റും എന്നുള്ളൊരു അനുഭവമാണ് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിരിക്കുന്നത്. സോ ആ രീതിയിലേക്കൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിനൊരു പൊളിറ്റിക്കൽ വിൽ ആവശ്യമാണ്. ചില കാര്യങ്ങൾക്കൊക്കെ പൊളിറ്റിക്കൽ വിൽ ആവശ്യമാണ്. നമ്മളിവിടെ സ്കൂൾ ടൈം മാറ്റുന്നതിനെ പറ്റി പറയുമ്പോൾ തന്നെ അതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. എൻ്റെ കുട്ടി പ്രൊഡക്റ്റീവ് ആകുന്ന സമയങ്ങളിൽ എൻ്റെ കുട്ടി പഠിക്കട്ടെ എന്നുള്ളത് ഓരോ അച്ഛനും അമ്മയെയും കൊണ്ടും അംഗീകരിപ്പിക്കാൻ പറ്റുന്ന വിധം അതിനെ നമ്മൾ സോഷ്യൽ അക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ ഡാറ്റ ഷുഡ് സ്പീക്ക്. നമ്മളിവിടെ ഡാറ്റ എന്ന് പറയുന്ന പല സാധനവും കുക്ക്ഡപ്പ് ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതാണ് അടുത്ത ബയസ്ഡ് അല്ലാത്ത ഡാറ്റ ഇന്ന് കേരള സൊസൈറ്റിയിൽ ഇല്ല. ഓരോരുത്തരും അവനവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡാറ്റയെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, വിച്ച് ഈസ് അനദർ റോങ് ദാറ്റ് വി ആർ ഡൂയിങ് ടു ദ, ഇറ്റ്സ് എ ക്രൈം, നോട്ട് ഈവൻ എ റോങ് ടു ദ സൊസൈറ്റി. സോ കുറേ കാര്യങ്ങളുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലൂടെ വരുമ്പോൾ അതിലേക്ക് എത്താം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.
താങ്ക് യു ഡോക്ടർ. വളരെ റിലവൻ്റ് ആയിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ യൂറോപ്പിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഒരു മാസ്റ്റേഴ്സിന് പോകണമെങ്കിൽ നിർബന്ധമായിട്ട് 2 കൊല്ലം ദേ ഷുഡ് വർക്ക്, മസ്റ്റ് വർക്ക് ചെയ്താലാണ് ശരിക്കും അവർക്ക് എന്താണ് വർക്കിൻ്റെ ഒരു കൾച്ചർ എന്താണ്, വർക്കിൻ്റെ സ്ട്രെസ് എന്താണ്, വർക്ക് എന്താണെന്നുള്ളത്, ജോലി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാധനം നമ്മളെ ഗവൺമെൻറ്റും നിർബന്ധമായിട്ടും അത് കൊണ്ടുവരണം എന്നാണ് എനിക്കും തോന്നുന്നത്. നമ്മളെ പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിലെല്ലാം പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നായതുകൊണ്ട് മാത്രമല്ല, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അവർ പാർട്ട് ടൈം ജോബിന് പോകണം. അവർക്കൊരു വീക്കിലി 40 hours ക്ലാസ് ഉള്ളൂ. ബാക്കിയുള്ള സമയം അവരെന്താണ് പുറത്ത് പോകണം. അവർ പോയി ജോലി ചെയ്യുന്ന എവിടെയെങ്കിലും കെൻഡക്കിയിലോ മാക്ഡൊണാൾഡ്സിലോ KFCയിലോ അവർ ചിലപ്പോൾ ഡിഷ് വാഷിംഗ് അല്ലെങ്കിൽ അവിടുത്തെ സർവീസൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വർക്കിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും. ശരിക്കും നമ്മുടെ നാട്ടിലും ഗ്രൗണ്ട് റിയാലിറ്റി കിട്ടുമായിരുന്നു. യെസ്, ദേ വിൽ ഗെറ്റ് ദ ഗ്രൗണ്ട് റിയാലിറ്റി. ആ ഗ്രൗണ്ട് റിയാലിറ്റി റിയലി ഹെൽപ്സ് ദം ടു ഗ്രോ. അത് ഞാൻ പലപ്പോഴും പുറത്ത് പോകാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവരെ പാരൻസിനോട് പറയും, ലെറ്റ് ദം ഗോ, അവിടെ പോയിട്ട് ലെറ്റ് ദം ഓൾസോ വർക്ക്, ദേ വിൽ ഷ്യൂർലി വർക്ക്. അവരെന്തായാലും അവർക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടോ എന്തോ വർക്ക് ചെയ്യും. ഇവിടെയും ശരിക്കും ആ സിസ്റ്റം കൊണ്ടുവരണം. ശരിക്ക് +2 കഴിഞ്ഞേക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ +2 കഴിഞ്ഞാൽ നന്നാൽ കുട്ടികൾ മെച്ചോർഡായ സമയമാണ്. അങ്ങനെ പഴയ കുട്ടികളല്ല ഇപ്പോൾ ഉള്ളത്. നമ്മളൊക്കെ 10ാം ക്ലാസ് വരുമ്പോൾ എന്താണ് മൊബൈൽ കണ്ടിട്ടില്ല, പ്രീ ഡിഗ്രിക്കും കണ്ടിട്ടില്ല. ഇപ്പോൾ അവർ 4ാം ക്ലാസ് 3ാം ക്ലാസ് മുതൽ കണ്ടു തുടങ്ങുകയാണ്. സോ ദേ ആർ മോർ അഡ്വാൻസ്ഡ്. സോ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഓൾസോ, ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ടു വർക്ക് ഔട്ട് വെൽ, നന്നായി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് which is already happening in Europe and all these countries. Thank you doctor. So I don't know whether the time is up. We heard നമുക്കിത് വളരെ നല്ല കാര്യങ്ങളൊക്കെ one more, okay. So ഡോക്ടർ പറയുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ യൂത്ത്, there are a lot of things which youth can do. As I said, the educational system is not bad, but again we need to bring out, നമുക്ക് അതിൽ കൂടെ സ്കില്ലും കൊണ്ടുവരണം. ഫൈസൽ, നമ്മളിപ്പോൾ നമ്മളെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കുട്ടികൾക്കുള്ളതും അതുപോലെ യൂത്തിനുള്ള, ഡു യു ഹാവ് സ്റ്റാർട്ടപ്സിനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്നോ നമ്മളെ ഭാഗത്തുനിന്നോ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് കിട്ടുന്നെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ആക്ച്വലി? നമ്മൾ ഈ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് നോക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടികളിലേക്കോ കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രൊഡക്റ്റീവായിട്ടുള്ള റിട്ടേൺസിനോ കോളേജിലേക്ക് നോക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കുറേ നാൾ മുന്നേ വരെ ഇപ്പോൾ അരുൺ പറഞ്ഞ പോലെ ആകെ 2 ആൻസേഴ്സാണ്, എൻജിനീയേഴ്സും ഡോക്ടേഴ്സും. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കുട്ടികൾ കൂടുതൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി കോളേജിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്, ഇപ്പോൾ നമ്മൾ കൈറ്റ്സിൻ്റെ ആയിട്ട് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഒരു ആദ്യത്തെ ഇനീഷ്യേഷൻ നമ്മളത് ഡിസ്കസ് ചെയ്തത് യൂത്തിനെ കുറച്ചും കൂടിയും ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആൾക്കാരായിട്ട് കൊണ്ടുവരാൻ വളണ്ടറിങ് സിസ്റ്റംസ്, സോ ദാറ്റ് അവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സെക്ടേഴ്സിലേക്ക് അവർ വളണ്ടറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ നമ്മളുടെ സ്റ്റേറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സിലേക്കാണ്, എല്ലാ പ്രോഗ്രാംസിലേക്കാണ്. സോ അവിടുത്തെ യൂത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് അല്ല അവർ പ്ലാൻ ചെയ്യുന്നത്. സോ വളണ്ടറിങ് സിസ്റ്റം മീൻസ് ആക്ച്വലി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിലേക്ക് വളണ്ടറി ചെയ്യാന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ലെവൽ ഡിസ്കഷൻസിലേക്കാണ് നമ്മൾ ബേസിക്കലി യൂത്തിൻ്റെ ഈ ഓൺട്രപ്രണർഷിപ്പും സ്റ്റാർട്ടപ്സിനെയും ഡിസ്കസ് ചെയ്തത്. നമ്മളിവിടെ വി ഹാവ് മിസ്റ്റർ സുരേഷ് നരസിംഹ. വി ടോക്ക് വിത്ത് ഹിം ആക്ച്വലി. സോ ഹീ ഈസ് എൻ ഇൻവെസ്റ്റർ ഹൂ ഇൻവെസ്റ്റ് ഓൺ യൂത്ത്, basically on the startups in the colleges and all. Appa, when we discuss with him, he told that actually we are ready to invest this much $1 billion actually to Kerala's, particularly in the youth. Adana oru opportunity we had bring in this Kerala Conclave. Also we have other few investors already ready to invest. Innu ivada vandirikkunna oru investment ulla aalkar complete യൂത്തിലും കോളേജിലും സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, മനസ്സിലായി. ശരിക്ക് ഇതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു മോഡൽ, സിറ്റി ഓർ വില്ലേജ് ഡെവലപ്മെൻറ്റ് മോഡലിൽ നമ്മളുടെ പ്രവാസികളായിട്ടുള്ള തിരിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന കുറേ പ്രവാസികളുണ്ടല്ലോ നാട്ടിലേക്ക്. അവിടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രവാസികൾക്ക് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ അൺസ്ട്രക്ചേർഡ് എക്കോസിസ്റ്റംസ് ഉണ്ട്. ചിലർക്ക് നല്ല ക്രോസ് ഓഫ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ സാധാരണ ജോലി ചെയ്യുന്ന ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു 10 പേര് ഒരു 50 ലക്ഷം രൂപയോ 1 കോടിയോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാട്ടിലൊരു റീഹാബിലിറ്റേഷൻ നോക്കാൻ നേരത്ത് അവർക്ക് വേണ്ടത് എന്ത് ഫീസിബിൾ പ്രൊജക്റ്റാണെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന പ്രൊജക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കൈറ്റ്സ് ആയിട്ടുള്ള ഈ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ നാട്ടിനടുത്തുള്ള 20 കിലോമീറ്ററിൽ
3 പിള്ളേർ ഇന്ന കോളേജിൽ നിന്ന് ഇന്ന ബ്യൂട്ടിഫിക്കേഷൻ, ഇന്ന സിറ്റി ഡെവലപ്മെൻറ്റ്, ഇന്ന വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ആണത്. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ ഈ ഒരു ബിസിനസ് മോഡലിന് ഒരു 20 കിലോമീറ്ററിൻ്റെ സിറ്റി വില്ലേജ് ഡെവലപ്മെൻറ്റ് ഈ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്സിൻ്റെ എക്കോ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോടികളുടെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ വളരെ ബ്യൂട്ടിഫൈഡ് വെച്ചിട്ട് നമ്മളിവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളെ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അവർക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് ഇല്ല. മനസ്സിലായില്ലേ? ഫുട്പാത്തിലേക്ക് നമ്മൾ ചിലപ്പോൾ നടന്നു പോകാൻ നേരത്ത് ചിലപ്പോൾ കുഴി ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ മെട്രോ പില്ലേഴ്സ് കൊച്ചി സിറ്റിയിൽ ഓരോ മെട്രോ പില്ലേഴ്സിനെ നമുക്ക് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള VC ലെവൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കാൻ നേരത്ത് ഒത്തിരി ആൾക്കാർ യൂത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. രണ്ടാമത്തത് ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ പ്രവാസികൾക്ക്, നമ്മൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന നമ്മളെ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രവാസികൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ചാലഞ്ച് ആയിരിക്കും എന്നുള്ളത്. താങ്ക് യു ഫൈസൽ. അത് വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. നമുക്ക് നമ്മളെ ഗ്രാമങ്ങളിൽ നിന്ന്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഗ്രാമങ്ങളിൽ, ഞങ്ങളിപ്പോൾ ഒരു എരമംഗലം മോഡൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗ്രാമത്തിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും ഞങ്ങളെ അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളും നമ്മളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളും, ഇനി നമ്മൾ ഇപ്പോൾ കൈറ്റ്സിൻ്റെ കേട്ടപ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ കോളേജസിനും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ്. എനിവേ, ദർ ആർ ലോട്ട് ഓഫ് ഐ താങ്ക് പീപ്പിൾ ലൈക്ക് സുരേഷ് ആൻഡ് അതർ ഇൻവെസ്റ്റേഴ്സ് ഹു ഹാസ് കം അക്രോസ്. നമ്മൾ യൂത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ ഒരു നാടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫലമാണ്. Anyway, it's a good thing. I congratulate them and appreciate them. Anup, next thing, namakku youth, do you have any suggestions from you on our the way they can move across? A guiding. You are all successful people. How can you guide them? They have their own ideas, but again, you can give some tips for them to generate their own ideas, to generate their own goals. As an entrepreneur, എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറേ ക്വാളിറ്റീസ് ഉണ്ടാവും നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ജനറൽ ക്വാളിറ്റീസ്. ഹോണസ്റ്റി, അതുപോലെ നമ്മുടെ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. നമുക്ക് സത്യസന്ധരായിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫിയർ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല നമുക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഓൺട്രപ്രണർ, ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണറെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു കാര്യം, എനിക്ക് ഫണ്ടിങ് കിട്ടുന്നില്ല, എൻ്റെ ഐഡിയ മോശമായി എന്നുള്ളത് മാത്രമല്ല, എൻ്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് ഇത് എന്താണെന്നുള്ള എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതായിരുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇൻവെസ്റ്ററൊന്നും എനിക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അമ്മയും അച്ഛനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അമ്മാവന്മാർ വലിയച്ഛന്മാരൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാനൊരു സ്റ്റാർട്ടപ്പാണ് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഒരു 100-300 ആൾക്കാർ നടത്തുന്ന ഒരു സൈറനൊക്കെ മുഴങ്ങിയിട്ട് മറ്റേ പുകക്കോയിലൊക്കെ ഉള്ള ഒരു പരിപാടി ഞാൻ തുടങ്ങുന്നതെന്നുള്ളതാണ്. അപ്പം 2010 ഞാൻ ഓൺട്രപ്രണർ ലൈഫ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് 2015-16 ഒക്കെ ആയപ്പോഴാണ് ഗവൺമെൻറ് പോലും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞ സംവിധാനമൊക്കെ കൊണ്ടുവരുന്നത്. നമ്മുടെ നോളജ് വളരെ പിറകിലാണെന്നുള്ളതാണ്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് IEDC എന്നൊരു പ്രോഗ്രാം ഉണ്ട്, ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പോൾ IEDCൻ്റെ പ്രത്യേകത എല്ലാ കോളേജിലും ഓൺട്രപ്രണർഷിപ്പ് ക്ലബ്ബ് തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓൺട്രപ്രണേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ലായിരുന്നു നമുക്ക് ഗവൺമെൻറ്റിന്. അതായത് ഇവിടെ കുറേ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു കസിന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ മതി. അപ്പോൾ അവന് വന്നിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും എൻ്റെ പാരൻസിനെ, ഈ അരുൺ ചേട്ടൻ ചെയ്യുന്ന പരിപാടി എനിക്കറിയാം, അതൊരു ഫ്യൂച്ചറുള്ള പരിപാടിയാണ്, നിങ്ങൾക്ക് മനസ്സിലാണ്, ഞങ്ങളുടെ കോളേജിലൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഒരു ഓൺട്രപ്രണർ ആകുന്ന സമയത്ത്, ബേസിക്കായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സിനോട് ചോദിക്കും, നിങ്ങളൊരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പ് ആണോ പിന്നെ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ ഫൗണ്ടേഴ്സിനോട് ചോദിക്കും എന്താ ഈ യൂണിക്കോൺ. അവർക്കറിയില്ല യൂണിക്കോൺ എന്താണെന്നുള്ളത്. അത് അവരുടെ തെറ്റല്ല, അവരുടെ ഇക്കോസിസ്റ്റം നമ്മൾ എവിടെയും ഡിസ്കസ് ചെയ്യുന്നില്ല. അവരുടെ വീടുകളിലൊന്നും ഇതല്ല ഡിസ്കസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ വീടുകളിലും ഗോസിപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പുറത്തെ വീട്ടിലെ കാര്യം, ഇപ്പുറത്തെ വീട്ടിലെ കാര്യം, ആൾ ചാടിപ്പോയ കാര്യം, പ്രേമിച്ച കാര്യം, വേറെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, സമയം പോകാൻ അടിപൊളിയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതാണത്. അത് ഡിസ്കസ് ചെയ്യേണ്ടെന്നല്ല, ഇത് മാത്രമായി പോരുന്നതാണ് എൻ്റെ ഒരു സംഭവം. മനസ്സിലായി? ഉറങ്ങുമ്പം പോലും അപ്പുറത്തെ വീട്ടിലെ കാര്യം പറഞ്ഞ് ഉറങ്ങാൻ പാടില്ല. നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ മോസ്റ്റ് ഓഫ് ദ വീടുകളിൽ ഇപ്പോൾ പത്രം വാങ്ങുന്നുണ്ട്, വീടുകളിൽ TV ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, മൊബൈലുണ്ട്. സോ ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ എന്താണ് ഒരു യൂണിക്കോൺ, എന്താണ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സീഡ് ഫണ്ട്, എന്താണ് സ്കെയിലബിൾ സ്റ്റാർട്ടപ്പ്, എന്താണ് സ്കെയിലബിലിറ്റി, എങ്ങനെയാണ് ഒരു ഐഡിയ പിച്ച് ചെയ്യുന്നത്. പിച്ച് എന്താണെന്ന് ചോദിക്കുമ്പം ഒരു സ്റ്റാർട്ടപ്പിൽ ഒരാൾ പറഞ്ഞത് ക്രിക്കറ്റിന് പിച്ചാന്ന് പറഞ്ഞു.
അപ്പം ഇത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ് പറയുന്നത്, ഞാൻ വേറെ പുറത്തൊരാളോടല്ല പറയുന്നത്. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം, അവർക്ക് ഐഡിയ ഉണ്ട്, അവർക്ക് ആവശ്യമുണ്ടെന്നുള്ളത്, പക്ഷേ അവർക്കാരും അത് പറഞ്ഞു കൊടുക്കുന്നില്ല, അവരെ കസിൻസോ അവരെ സുഹൃത്തുക്കളൊന്നും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ കീവേഡ്സ് നമ്മൾ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യൂത്തിന് എപ്പോഴും കീവേഡ്സ് പറഞ്ഞു കൊടുക്കണം. അതൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റാർട്ടപ്പിൽ കീവേഡ്സ്, യൂണിക്കോൺ എന്താണ്, സ്കെയിലബിൾ സ്റ്റാർട്ടപ്പ്സ് എന്താണ്, ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഹൂ ഇസ് എ CEO. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന എല്ലാവരും CEO ആണ്. ഹൂ ഇസ് എ CEO എന്ന് വെച്ചാൽ പുള്ളി പറയും CEO എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുതലാളി. അവർക്കറിയില്ല ഹൂ ഇസ് എ CEO, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ CEO, എന്താണ് സിഇഒയുടെ റെസ്പോൺസിബിലിറ്റി അവർക്കറിയില്ല. അവർ പറയും കോ ഫൗണ്ടറാണ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ, അവർ ഇതുവരെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാത്തൊരു കാര്യമാണ്. ഇൻ്റർനെറ്റ് ഉണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്, സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ല അത്. അപ്പോൾ എന്താണ് സെർച്ച് ചെയ്യേണ്ടത് നമുക്കറിയില്ല. സോ എന്ത് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എന്ത് കാര്യമാണ് ചെയ്യുന്നതെങ്കിലും വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി, എന്തൊക്കെ ക്വാളിറ്റീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഫോർ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, മിനിമം അതെങ്കിലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു പാനൽ ഡിസ്കഷനിൽ പാലിക്കേണ്ട കടമകൾ എന്താണെന്നുള്ളത് ഞാൻ ഇന്നലെയും സെർച്ച് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഞാൻ സെർച്ച് ചെയ്യും. കാരണം നമ്മുടെ അടുത്ത് ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, ചുമ്മാ ഇരിക്കും വായിച്ചാൽ പോരെ, ഫ്രീ ആണ്, പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു സംഭവം നമ്മളെപ്പോഴും നോക്കും, എങ്ങനെയാണ് നമ്മൾ ഫിയർ ഫാക്ടർ കുറയ്ക്കുക, നമുക്ക് എന്ത് വന്നാലും നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതാണ് ആക്ച്വലി യൂത്തിനോട് പറയുന്നത്, യൂസ് ഇൻ്റർനെറ്റ് വെരി വൈസ്ലി. വളരെ ചീപ്പാണ്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്ത് വളരെ ചീപ്പാണ് ഇൻ്റർനെറ്റ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ ഒരു ക്ലൈൻറ്റ് പുറത്തുനിന്ന് വന്ന സമയത്ത്, പൊളിറ്റിക്കൽ ഒരാളും കൂടി കേൾക്കാനാണ് പറയുന്നത്, ക്ലൈൻറ്റ് പുറത്തുനിന്ന് വന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൽ പോയി, പുറത്തുള്ള ക്ലൈൻറ്റ്, മിഡിൽ ഈസ്റ്റ്, ഒരു അറബാണ് അയാൾ, എൻ്റെ അടുത്ത് വന്ന് 10 ദിവസം താമസിച്ചൊക്കെ പോയാൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിന്നെ റെസ്റ്റോറൻറ്റ് ആളോട് ചോദിച്ചു വൈഫൈ ഉണ്ടോ ഇവിടെ. അപ്പോൾ വൈഫൈയുടെ മോഡം കാണുന്നുണ്ട് അവിടെ. അപ്പോൾ പുള്ളി പറഞ്ഞത് സ്റ്റാഫിന് മാത്രം ഉപയോഗിക്കുന്ന വൈഫൈ ആണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും ചീപ്പസ്റ്റ് ഇൻ്റർനെറ്റ് കിട്ടുന്നത് ഇന്ത്യയിലാണ്. പക്ഷേ നമുക്ക് ഒരു സ്റ്റാഫിനൊരു 4 ആൾക്ക് ഉപയോഗിക്കേണ്ട ഇൻ്റർനെറ്റിലാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ലോകത്ത് എവിടെ പോയാലും ഇൻ്റർനെറ്റ് ഫ്രീ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 100 MB അങ്ങ് ഫ്രീ കൊടുക്കണം. അപ്പം ആ ഒരു പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ടൂറിസം മിനിസ്റ്ററോ ആരാണോ, നിങ്ങൾ പറയണം എല്ലാ റെസ്റ്റോറൻറ്റിലും പബ്ലിക്കിന് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കണം. അത് എങ്ങനെ സെക്യൂരിറ്റി ആക്കിയാലും ഒരു 100 MB എങ്കിലും കൊടുക്കണം. കാരണം ഞാനിവിടെ സിമ്മില്ലാണ്ട് വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്കൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഇൻ്റർനെറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അതൊന്നും ചിന്തിക്കാതെ വേറെന്തൊക്കെയോ പറയുകയാണ്, നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും. ബേസിക് സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ നോളജിലേക്ക് നമ്മൾ കടക്കണം. ഒരു ഇൻ്റർനെറ്റിൽ ഒരു ബേസിക് ഇൻ്റർനെറ്റ് കൊടുക്കാതെ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെയോ ലൈസൻസ് കൊടുക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ഇല്ല. അതിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല, യൂത്ത് ആയിരിക്കും ആദ്യം വിളിക്കുക, ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ കംപ്ലയിൻറ്റ് കറക്റ്റായിട്ട് പോകും. ഫുഡ് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഫിയർ ഉണ്ടാവും. ഇൻ്റർനെറ്റ് കിട്ടിയില്ല നമുക്ക് ആ ഒരു പ്രശ്നം, നമ്മുടെ ശ്വാസമാണല്ലോ. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. യൂത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണോ കിട്ടാത്തത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഇപ്പം സെറിനെ പോലെയുള്ള ആൾക്കാർ കാണട്ടെ, പൊളിറ്റീഷ്യന്മാർ കാണട്ടെ, അതിന് നടപടി എടുക്കട്ടെ. അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ വേണ്ടിയാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്നതാണ് അവർ ഭയങ്കര വില്ലന്മാരാണ്. എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാ പൊളിറ്റീഷ്യന്മാരെ കാണുമ്പോൾ എല്ലാവരും നല്ല ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായത്. അവർ നമ്മളിങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ആവുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മളെടുത്ത് നിൽക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോണ്ടുന്ന ഒരാളെടുത്ത് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ലേ, അതേപോലെയാണ് അവർ ചെയ്യുന്നത്. സോ നമ്മൾ നല്ല ആൾക്കാരായി കഴിഞ്ഞാൽ പൊളിറ്റീഷ്യന്മാർ നല്ല ആൾക്കാരാവും. അതേപോലെ നമുക്ക് നല്ല ഭരണം വരും. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. യൂത്ത് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് എന്ത് നീഡാണോ വേണ്ടത് നിങ്ങളത് തുറന്ന് പറയുക എന്നുള്ളതാണ് യൂത്തിൻ്റെ ഏറ്റവും വലിയ. ഫിയർലെസ് ആവുക, ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. താങ്ക് യു. താങ്ക് യു അനൂപ്. ഇറ്റ് വാസ് വെരി വളരെ സത്യമാണ് പറഞ്ഞത്. നമ്മൾ പാരൻസും നമ്മൾ രക്ഷിതാക്കളും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം എപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ഫ്രൈറ്റ് ഫോർവേഡിങ്ങിലാണ്, ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽക്കാർക്കും അറിയില്ല. പലരും പറയും മൂപ്പർ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുന്ന ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ വളരെയധികം ഒരു 10-15 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടാവും, 12 വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പാരൻസും നമ്മൾ മറ്റുള്ളവരും നിർബന്ധമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. എൻകറേജ് ചെയ്യാം. എൻകറേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ യൂത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പോകാൻ പറ്റും. വേറൊരു കാര്യം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ പല ഇതിലും മീറ്റിങ്ങിൻ്റെ എല്ലാം പോകാറുണ്ട്, ക്ലാസ്സസ് എടുക്കാൻ ഞാൻ കോളേജിലും പോകുമ്പോൾ എല്ലാവരും ഇന്നത്തെ കുട്ടികൾക്ക് യൂത്തിനെ ഞാൻ കാണുന്നൊരു ഫോൾട്ട് ഉണ്ട്. അവർക്ക് ഇവിടുത്തെ നോർമൽ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അവർ ഫിലിം ഇൻഡസ്ട്രി ആയാലും അവർ ഇതിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ എന്താണ് പൊളിറ്റിക്സിൽ നടക്കുന്നു, നാട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അടുത്ത് ഞാൻ വീഡിയോ കണ്ടു, വളരെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മൻമോഹൻ സിംഗിനെ കാണിച്ചിട്ട് കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിന് ഒരു യൂട്യൂബർ ചോദിക്കുകയാണ്, യു നോ ഹിം. അപ്പോൾ എനിക്കറിയാം മൻമോഹൻ സിംഗ് ആരാന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ പോലും ചോദിച്ചാൽ, കുട്ടികളോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇതറിയില്ല. അപ്പോൾ നിർബന്ധമായിട്ടും കുട്ടികൾ വായന, നേരത്തെ ഞാൻ സുരേഷ് നരസിംഹ പറഞ്ഞ മാതിരി റീഡിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പത്രം വായിക്കുന്നില്ല പലരും, ന്യൂസ് കാണുന്നില്ല. പക്ഷേ നിർബന്ധമായിട്ടും അത് അവരിലേക്ക് നമ്മളെ പൊളിറ്റിക്കൽ ഡേ ടു ഡേ കാര്യങ്ങളും എത്തിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. എന്താ ഡോക്ടേഴ്സ്? ഒരു കാര്യം കൂടി, ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള PG ഉള്ള കുട്ടികളോട് ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾ MLA ആരാന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അറിയില്ല. അതായത് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. അതായത് കോഴിക്കോട് സിറ്റിയിലുള്ള കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന MBA കഴിഞ്ഞ കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കോർപ്പറേഷൻ മേയർ ആരാന്ന്. ഈ കോർപ്പറേഷൻ മേയർ ആരാ, അവർക്കറിയില്ല അത്. സോ ജനറൽ കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ജനറൽ ഐഡിയ എങ്കിലും നമുക്ക് ഉണ്ടാവണം. എല്ലാ മന്ത്രിമാരും നമുക്ക് അറിയണ്ട, അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയെങ്കിൽ നമുക്ക് അറിയണമെന്ന് ഞാൻ പറയുന്നു. താങ്ക് യു.
സോ ഡോക്ടറോട് ചോദിക്കാനുള്ളതാണ്, എന്താണ് നമുക്ക് അവർക്ക് ഒന്നുകൂടി യൂത്തിനോട് പറഞ്ഞു കൊടുക്കില്ല? കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിർബന്ധമായിട്ട് ഒരു പത്രം വായിക്കണം, ന്യൂസ് കാണണം. ഡേ ടു ഡേ നമ്മൾ ചുറ്റുഭാഗം നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയില്ലെങ്കിൽ അവർക്ക്, എനിക്ക് തോന്നുന്നില്ല ദേ ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ ദാറ്റ്. അതിനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞുതരാം. 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒന്ന്, ഓഗസ്റ്റ് 15 1947 എന്നുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി എന്ത് ചോദ്യമാണ് നമ്മൾ സാധാരണ ചോദിക്കാറ്? 1947 ഓഗസ്റ്റ് 15 എന്നുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ ചോദിക്കാറുള്ള ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത് എന്നാണ്. കിട്ടിയ, ലഭിച്ച, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേണ്ടിയിട്ട് ഇന്ത്യ ഗെറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ലഘുവായ വാക്കുകളിലൂടെ ചരിത്രം പഠിച്ചാൽ ഇതെന്തോ കടയിൽ നിന്ന് പോയി വാങ്ങിയെടുത്ത സാധനമാണ്, ഇത് നാളെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ് മാർക്കിന് വേണ്ടി പഠിക്കുന്ന ചരിത്രബോധത്തിലൂടെ നമ്മുടെ കുട്ടികൾ വളരുന്നത്. വെൻ ഡിഡ് ഇന്ത്യ അറ്റൈൻ ഇൻഡിപെൻഡൻസ് എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ചുകൂടി ഒരു എലിവേറ്റഡ് പോസ്റ്റായി. വെൻ ഡിഡ് ഇന്ത്യ ഫൈറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് എന്ന് ചോദിച്ചാൽ അത് എന്ന് നേടിയെടുത്തു എന്നായി, എന്ന് പൊരുതി നേടി എന്നായി, എന്ന് പിടിച്ചു വാങ്ങി എന്നായി. ഇതൊന്നുമില്ലാതെ കടയിൽ 10 റുപ്യ കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനമാണ് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ പരിണാമമാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. കുറച്ചുകൂടി സമയമെടുക്കും, വെയിറ്റ് ചെയ്യാം. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ ശ്രമിക്കുന്നത് ഈ മാറ്റം കൊണ്ടുവരാനാണ്. ഞാനൊരു പൊതുപ്രവർത്തകനായത് എന്തിനാ പഠിക്കണേ എന്നുള്ള നേരത്തെ ചോദ്യം ഞാൻ പല പല ഘട്ടങ്ങളിൽ എന്നോട് തന്നെ ചോദിച്ചിട്ടാണ്. ഈ പറയുന്ന കോഴിക്കോട് സിറ്റിയിലെ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 2001-2007 കാലഘട്ടത്തിൽ നന്നായി MBBS പഠിച്ച് പുറത്തിറങ്ങിയ ആളാണ് ഞാൻ അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു. ഇത് രണ്ടും തന്നൊരു എക്സ്പോസർ വെച്ചിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം, സാധാരണ നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഒരു സർക്കാർ സ്കൂൾ പഠിച്ച് പ്രീ ഡിഗ്രി പഠിച്ച ഒരാളാണ്, അവസാനത്തെ പ്രീ ഡിഗ്രി ബാച്ചാണ്, +2 കമ്പൽസറി ആവുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം. അങ്ങനെ കോളേജിൽ +2 ചെയ്യാൻ കിട്ടിയ ഭാഗ്യം, ഇതെല്ലാം കൂടി ചേർന്ന് എന്നെ ഒരു 24 വയസ്സിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഞാൻ ആ ഡിസ്റ്റർബൻസിന് നിന്നുകൊടുത്തു. അപ്പോൾ ആ ഡിസ്റ്റർബൻസ് എന്നെ കൊണ്ടുപോയത് സിവിൽ സർവീസിൻ്റെ വഴിയിലേക്കാണ്. സോ വാട്ട് ഐ ഡിഡ് ദെയർ വാസ്, ഞാൻ എനിക്ക് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുന്ന റാങ്ക് ഏതാണോ ഞാൻ അതിൽ ജോയിൻ ചെയ്യും. അങ്ങനെ എനിക്കൊരു വാശി വന്നാലാണ് എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒരു 2 ഡിജിറ്റ് റാങ്കിൽ വരികയും IAS എന്നുള്ള എൻ്റെ സ്വപ്നം കിട്ടുകയും ചെയ്യുക എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായി. നിർഭാഗ്യവശാൽ എനിക്ക് കിട്ടിയ റാങ്ക് 555 ആയിരുന്നു. 555 റാങ്ക് കിട്ടിയപ്പോൾ ഞാൻ നിരാശപ്പെട്ടില്ല. കാരണം ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു വാക്കുണ്ട്, ഒരു തവണയേ ഈ പരീക്ഷ എഴുതൂ, 10 മാസം കൊണ്ട് പഠിച്ച് എഴുതാൻ പറ്റുന്ന ഒന്നാണ് എന്ന് എനിക്ക് എന്നോട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്, നാട്ടുകാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പോൾ എനിക്ക് കിട്ടിയത് IASന് പകരം 2 A ഉള്ള സർവീസാണ്. നമ്മൾക്ക് ഒരു A ഉള്ള സർവീസിന് വേണ്ടി പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് IAAS കിട്ടി. അപ്പോൾ ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ പറയും IAS വിത്ത് ആൻ എക്സ്ട്രാ A. ഞാൻ അങ്ങനെയാണ് എന്നെ മാർക്കറ്റ് ചെയ്തത്. കാരണം ഈ സർവീസ് എന്താണെന്ന് നാട്ടുകാർക്ക് ഒരാൾക്കും അറിയില്ല. ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ആകെ 2-3 സർവീസേ നമുക്കറിയുള്ളൂ. അത് പോലീസിൻ്റെ IPSഉം കളക്ടർ എന്നുള്ള ഒരു പദവി ഉള്ളത് കൊണ്ട് IASഉം, കളക്ടർ എന്നുള്ളൊരു പദവി ഇല്ലായിരുന്നു എങ്കിൽ IAS അറിയില്ല. ആ 2 കൊല്ലം 2.5 കൊല്ലം ഏറിയാൽ 3 കൊല്ലത്തെ കാലഘട്ടം കണ്ടുകൊണ്ട് IAS സ്വപ്നം കാണുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ വലിയൊരു തെറ്റാണ് നിങ്ങളോട് തന്നെ ചെയ്യുന്നത്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള 10-25 കൊല്ലം നിങ്ങൾ വേറെ തരത്തിലുള്ള ജോലികളാണ് ചെയ്യേണ്ടത്. അതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലാതെ നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുക വേറെ പലതും ആവും. അപ്പോൾ ഞാൻ IAS വിത്ത് ആൻ എക്സ്ട്രാ Aയിൽ കുറച്ച് കാലം വർക്ക് ചെയ്ത സമയത്ത് ഒരു 6.5 വർഷം ഞാൻ സർവീസിലിരുന്നു. ഞാൻ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ കേരളത്തിലെ DIG, പിന്നെ കർണാടകത്തിൻ്റെ ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറലൊക്കെ ആയിരിക്കുമ്പോഴാണ് 2014 ഇലക്ഷൻ സംഭവിക്കുന്നതും ഇന്ത്യ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് തന്നെ ഒരു അസസ്മെൻറ്റ് വരുന്നതും. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സർവീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ഞാൻ പറഞ്ഞല്ലോ politics is nothing but opinion formation, nothing but opinion formation. You try to influence the people around you based on your convictions, and if they subscribe to your conviction, then you are a good politician. That's what I believe. And politics is nothing but nation building. When you contribute towards nation building, നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങളൊരു നല്ല രാഷ്ട്രീയക്കാരനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായും അതിൻ്റേതായ കമ്പൽഷൻസ് വേറെ ഒരു വശത്തുണ്ടാകും എന്നുള്ളത് പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻസ് നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ്. സോ വാട്ട് ഐ ഡിഡ് ഇൻ 2016 വാസ് ഐ റിസൈൻ ദ ജോബ് ആൻഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് മൈ പീപ്പിൾ ഇൻ മൈ വില്ലേജ്. ഞാൻ ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റിക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തെ എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് താഴേന്ന് വളർന്നു വരിക എന്ന് പറയുന്ന സാധനം സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ചെയ്തില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ട് ആവും വിധം ഞാനത് എക്സ്പെരിമെൻ്റ് ചെയ്തു. അങ്ങനെ കാര്യങ്ങളെ ഓൺ ഹാൻഡ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോഴും രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് ഇത്രയേ ഉള്ളൂ.
രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് അല്ല, ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് അല്ല ഇന്ത്യയുടേത്. അതിലേക്ക് എല്ലായ്പ്പോഴും വന്ന് ഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്നത്. ആ മെജോറിറ്റി ആരാണ് എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ 18ാമത്തെ വയസ്സിൽ കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒപ്പം വോട്ടവകാശം. അങ്ങനെ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ. ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 350cc ബൈക്കും 500cc ബൈക്കും ഒക്കെ ഓടിക്കാൻ. ഒന്ന് വോട്ട് ചെയ്യണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കുട്ടികളിൽ? ഇല്ല. നിർഭാഗ്യവശാൽ വോട്ട് ചെയ്ത് എൻ്റെ ജനാധിപത്യ അവകാശം, എൻ്റെ രാജ്യത്തിൻ്റെ തുടർന്നുള്ള വർഷങ്ങളിലെ വളർച്ചയ്ക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ചിന്തിക്കാൻ കെൽപ്പുള്ളവരെ നിർഭാഗ്യവശാൽ +2 പഠനം വരെയും സൃഷ്ടിക്കാൻ പറ്റാത്ത ഒരു അക്കാഡമിക് നിലവാരത്തിൽ നിന്നാണ് നമ്മൾ ഭാവിയെപ്പറ്റി സംസാരിക്കുന്നത് എന്ന് എന്നെ പേടിപ്പെടുത്തുന്നു. ആ പേടിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ആ പേടിയെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടത്? നിർഭയത്വത്തിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടാണ്. ടു ബി ഫിയർലെസ് അഗെയിൻസ്റ്റ് യുവർ പൊളിറ്റിക്കൽ ഒപ്പണൻറ്റ് ബേസ്ഡ് ഓൺ യുവർ ഐഡിയോളജി. അല്ലാതെ ശത്രുവായിട്ട് അവരെ ചിത്രീകരിച്ചിട്ടല്ല. അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ ഈ രാജ്യത്തിന് കൊണ്ടുവരാൻ പോകുന്ന നഷ്ടം എന്ത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൺ ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ, ആ ഇന്ത്യൻനെസ് എന്ന് പറയുന്ന സാധനത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്, ഒരു എന്താ പറയുക, ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു വേറെ പതിപ്പാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ആ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവനവന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ നിങ്ങളുടേതായ വഴികൾ, നിങ്ങൾക്ക് റോൾ മോഡലാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് മാറാൻ പറ്റുന്ന ഏത് വഴികളിലൂടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ ധൈര്യമുള്ളവരാവണം. ഈ സോക്കോൾഡ് ആയിട്ടുള്ള വഴികളിലൂടെ തന്നെ പോകൂ എന്നുള്ള നിർബന്ധ ബുദ്ധി സമൂഹം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും, നമ്മളൊരു അഭിപ്രായം ചോദിക്കില്ലോ, സാർ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ നമ്മുടെ അടുത്ത് പലപ്പോഴും അതറിയാൻ പറ്റാത്ത ഒരാളായിരിക്കും നമ്മളോട് പറയാം, അയ്യോ അത് നടക്കില്ല എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം നമ്മളോട് നടക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ ഫോർ യു ബട്ട് ഇമ്പോസിബിൾ ഫോർ ഹിം. Please try to understand. If somebody discourages you by telling you that no, it's not possible, just believe in yourself and try to rephrase it. It's impossible for the person that is giving you that advice at your age. അയാൾക്ക് അത് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാളുടെ നിലവാരത്തിലേക്ക് നിങ്ങളെ കൂടി പിടിച്ചു വലിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. വീണു പോകരുത് മക്കളെ എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. Be fearless, be courageous and make your own world. Thank you. Anyway, thank you all panelists, ഫൈസൽ, ഡോക്ടർ ഷെറിൻ. എന്തായാലും യൂത്തിന് നമ്മളെല്ലാവരും വളരെ നല്ല അഡ്വൈസസ് എന്താണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്താണ് ബേസിക്കലി നമ്മൾ ഒന്ന് റൗണ്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, യു ഷുഡ് സെറ്റ് യുവർ ഗോൾസ്. നിങ്ങൾക്ക് ഒരു ഗോൾ വേണം. എന്താ ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഡ്രീം വേണം. അല്ലാതെ നമ്മൾ പാരൻസ് പറയുന്നു നമ്മൾ കൺസർവേറ്റീവ് സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോയി ഡോക്ടറും എഞ്ചിനീയറും ആവാൻ വേണ്ടി മാത്രം പഠിക്കരുത്. IAS ആവാൻ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സ്റ്റാർട്ടപ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ പുതിയൊരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഐഡിയാസ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. കീപ് തിങ്കിങ്, കീപ് ഡ്രീമിങ്, സെറ്റ് യുവർ ഗോൾസ്. അതുപോലെ തന്നെ നമ്മളെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുഭാഗം എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് അറിയണം. പത്രം വായിക്കണം. അത് എൻ്റെ ബിസിനസ് അല്ല, അതെനിക്ക് അറിയേണ്ട. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. എൻ്റെ മക്കൾ പോലും എന്നോട് പറയും ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ബട്ട് ഞാൻ പറയും നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വേണ്ട, പക്ഷേ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് എന്ത് നടക്കുന്നു നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യു വിൽ ബി സീറോ. നമ്മളെപ്പോഴും പറയുമല്ലോ, ദ മോർ യു ട്രാവൽ ദ മോർ ഹംബിൾ യു ബിക്കം. നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ആൾക്കാരെ കുറ്റം പറയും, അവർക്ക് ഒന്നും അറിയില്ല, അവർ ആ ചെറിയ ചുറ്റുപാടത്ത് നിന്ന് വളർന്നതാണ്. സോ you all need to think, you need to read. നേരത്തെ our few of the speakers told you need to read and you need to hear, and also internet is on the fingertip. നിങ്ങൾ ലോകത്ത് നിങ്ങൾക്ക് എന്തറിയണോ യു ജസ്റ്റ് നീഡ് ടു ഗൂഗിൾ. ഞാൻ നേരത്തെ ജിടെക്കിൻ്റെ മറൂഫ് പറഞ്ഞു കേട്ടു, നമ്മളിപ്പോൾ AI വന്നിട്ടുണ്ട്. വാട്ട് എവർ യു വാണ്ട് ടു ക്രിയേറ്റ് എ ലെറ്റർ, യു ജസ്റ്റ് സെൻഡ് എ മെസ്സേജ് ടു ദി AI, that will give to you. So world has advanced to that level. So again, I'm telling you, this conclave is not for us. This conclave is for the youth, and youth has a lot of things to do for the nation, and please take it forward. Thank you. Thank you so much, the moderator as well as the panel members. I request Sri Habib Koya, Chairman and co-founder, Kerala Conclave and RBS Corporation, to kindly join us for the photo op. So ladies and gentlemen, on stage we have the panel members along with the dignitaries of Youth Conclave of Kerala Conclave Vision 2050. Can we have a huge round of applause, ladies and gentlemen, for the wonderful people on stage?
Thank you, ladies and gentlemen, and requesting Dr. Sarin to kindly remain on stage. All right, so now, ladies and gentlemen, moving on, we'll be giving him an award, a recognition for a special person for his contributions towards the society and especially in that particular industry as such. So this goes to Nasco Simmons in the emerging brand category. So the emerging brand award goes to Nasco Simmons, and by representing that particular brand, can we have Mr. Sharafuddin onto the stage to receive the award? Can we have Mr. Sharafuddin? It was Mr. Nazar of Nasco Simmons was expected to be here, but unfortunately he couldn't make it out for this particular event conclave, Kerala Conclave Vision 2050. സോ നമുക്കറിയാം ഏറ്റവും മികച്ച ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് കേരളത്തിലെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നാസ്കോ സിമെൻസിലെ നാസറിക്കയും അതുപോലെ തന്നെ സൊസൈറ്റിയിലേക്ക് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു സർവീസ് ഒരു പ്രൊഡക്റ്റ് നൽകുമെന്ന വലിയ ഉദ്ദേശത്തോടുകൂടി നാസ്കോ സിമെൻസ് is receiving the emerging brand award, and Mr. Sharafuddin is taking it home from Dr. Sarin along with the other dignitaries of Kerala Conclave Vision 2050. Congratulations, Nasco Simmons and the whole team behind that particular initiative. And thank you, Dr. Sarin, for joining with us and doing the honors. Thank you. Thanks a lot. All right. So now, ladies and gentlemen, moving on, we have a special person to address this Kerala Conclave Vision 2050-2056. She's none other than Claire C. John, the founder and chairman of Kites India.